കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടപ്പള്ളി സമ്പന്നമായ ചരിത്രവും പൈതൃകവും കൊണ്ട് ശ്രദ്ധേയമായ പ്രദേശമാണ്. പ്രാചീനകാലം മുതൽ ആധുനികകാലം വരെ എടപ്പള്ളിയുടെ ചരിത്രം വ്യത്യസ്തമായ സമൂഹങ്ങൾക്കും സാംസ്കാരികവുമായി പല തലങ്ങൾക്കും സ്വാധീനമൊരുക്കിയിട്ടുണ്ടെന്ന് കാണാം. ഇട എന്നത് പാതയോ കടവോ എന്നർത്ഥം നൽകുമ്പോൾ പള്ളി എന്നത് ആരാധനാലയം എന്നാണ് സൂചിപ്പിക്കുന്നത്. അർത്ഥത്തിൽ നിന്നുതന്നെ ഇടപ്പള്ളി ഒരു പാതയ്ക്കോ ദേവാലയത്തിനോ ചുറ്റും വികസിച്ച പ്രദേശമാണെന്നു വ്യക്തമാകുന്നു. പ്രാചീന കാലത്ത് ഇടപ്പള്ളി ചെറിയ ഒരു രാജ്യമായിരുന്നു. കൊച്ചിൻ മഹാരാജാവിൻ്റെ കീഴിലുള്ള സാംസ്കാരികവും രാഷ്ട്രീയ കേന്ദ്രമായും ഇത് പ്രവർത്തിച്ചു. ഇവിടെ നിലനിന്നിരുന്ന രാജവംശങ്ങളുടെ അധീനതയിൽ വിസ്തൃതമായ കൃഷിഭൂമികളും സമുദ്രവ്യാപാരവും നടന്നു. പുരാവസ്തു ശേഖരങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള നിരവധി സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. വിവിധ ചരിത്രഗ്രന്ഥങ്ങളും പ്രാദേശിക ആഖ്യാനങ്ങളും ഇടപ്പള്ളിയുടെ പ്രാചീന മഹത്വത്തെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ നൽകുന്നു. വ്യാപാരത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന പ്രാദേശിക കേന്ദ്രമായിരുന്നു ഇടപ്പള്ളി. കോഴിക്കോടും കൊച്ചിയും തമ്മിലുള്ള പ്രധാന വ്യാപാരപാതയായ ഇത് പ്രാചീന കാലങ്ങളിൽ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ശക്തികേന്ദ്രമായിരുന്നു. കുരുമുളക്, ഇലഞ്ഞി, കാപ്പി മുതലായ കൃഷിവസ്തുക്കളുടെ കച്ചവടം പ്രാദേശിക സമ്പത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചു. സമുദ്രപാതയിലൂടെയും കരപാതയിലൂടെയും ഇടപ്പള്ളി വ്യാപാരത്തിൻ്റെ മികച്ച കേന്ദ്രമായി മാറിയിരുന്നു. കൃഷിയും സമ്പദ്വ്യവസ്ഥയും തമ്മിലുള്ള ആശയസംബന്ധം ഇവിടെയുള്ള സാമൂഹിക ജീവിതത്തെയും മതപരമായ ആചാരങ്ങളെയും സ്വാധീനിച്ചു. സമൃദ്ധമായ ഭൂമിയും മികച്ച ജലസേചന സംവിധാനങ്ങളും പ്രദേശത്ത് കൃഷിയെ അതിൻ്റെ സമ്പൂർണ്ണ ഉന്നതിയിലേക്ക് കൊണ്ടുപോയി. ഇടപ്പള്ളിയുടെ പുനരുത്ഥാനകാല ചരിത്രം സാമൂഹികപരമായ മാറ്റങ്ങളുടെ സാക്ഷ്യം വഹിക്കുന്നു. പാണ്ഡ്യചോള പാരമ്പര്യത്തിനു ശേഷം കൊച്ചിൻ രാജവംശവും പിന്നീട് വന്ന ബ്രിട്ടീഷുകാരും പ്രദേശത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അർബൻ മേഖലയുടെ ഉയർച്ചയാണ് ഇടപ്പള്ളിയെ ഇക്കാലത്തു കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. നഗരവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിലും ഈ നഗരം അതിൻ്റെ പൈതൃകം നിലനിർത്തുകയും ചെയ്യുന്നു. ആധുനിക കാലത്ത് ഇടപ്പള്ളി വ്യാവസായികമായും സാങ്കേതികമായും വിദ്യാഭ്യാസപരമായും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ദേശീയപാത 66-ൻ്റെയും 544-ൻ്റെയും ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് ഇടപ്പള്ളി ജംഗ്ഷൻ. ആലുവയിൽ നിന്നും 11 കിലോമീറ്റർ അകലെയും വൈറ്റിലയിൽ നിന്നും 9 കിലോമീറ്റർ അകലെയുമാണ് ഇടപ്പള്ളിയുടെ സ്ഥാനം. റെയിൽവേ സ്റ്റേഷൻ ഉള്ള ഈ നഗരത്തിൽ നിന്നും 21 കിലോമീറ്റർ അകലെ കൊച്ചി വിമാനത്താവളവും സ്ഥിതി ചെയ്യുന്നു. വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിൽ നിന്നും ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ നീളത്തിൽ നേരിട്ടുള്ള പാതയുമുണ്ട്. ഇടപ്പള്ളി പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് ജോർജ് സീറോ മലബാർ ഫൊറോന പള്ളി ഇവിടെയുള്ള ഒരു പ്രധാന കത്തോലിക്ക തീർത്ഥാടന ദേവാലയമാണ്. സെൻറ്റ് ജോർജിന് സമർപ്പിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഓരോ വർഷവും ഏകദേശം 5 ദശലക്ഷം ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ടെന്നാണ് കണക്ക്. AD 593-ലാണ് ഈ പള്ളി സ്ഥാപിതമായതെന്ന് കരുതപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിൽ തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച 7 പള്ളികൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ പള്ളി യഥാർത്ഥത്തിൽ മാർത്താ മറിയത്തിന് സമർപ്പിച്ചിരുന്നു. 1080-ൽ പള്ളി കൂടുതൽ വികസിപ്പിച്ച് പുതുക്കിപ്പണിതു. ഏവർക്കും പരിചിതമായ രൂപത്തിലുള്ള ഈ പഴയ പള്ളി ഇപ്പോഴും നിലനിർത്തുകയും തീർത്ഥാടകരുടെ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. 2015-ൽ അത്ഭുതകരമായ ആധുനിക പാഠശാലയും പള്ളിയുടെ ചരിത്രമഹിമയും ഒന്നിച്ചവതരിപ്പിക്കുന്ന പുതിയ കെട്ടിടം ഒരുങ്ങി. പള്ളിയുടെ ആഭ്യന്തരവും ബാഹ്യവും ആർട്സ്, മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ, ക്ലാസിക്കൽ കേരള ശൈലിയിലുള്ള ഡിസൈനുകൾ കൊണ്ടും വളരെ ശ്രദ്ധേയമാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും ദിവ്യകുർബാന നടത്തപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ഉണർവ് ലഭിക്കുന്ന പ്രധാന ആരാധനയാണിത്. കൂടാതെ വിശുദ്ധ ജോർജിൻ്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിച്ചുള്ള നോവേന പ്രാർത്ഥനാ ചടങ്ങുകൾ എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്നുണ്ട്. രോഗശാന്തിക്കും വിവിധ ആവശ്യങ്ങൾക്കുമായി വിശ്വാസികൾ ആകാംക്ഷയോടെ ഇതിൽ പങ്കെടുക്കുന്നു. പ്രത്യേക ദിനങ്ങളിൽ കുരിശിൻ്റെ വഴി നടത്തുകയും യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ആത്മീയമായ അനുഭവങ്ങളും നൽകുന്നു.
എല്ലാ വർഷവും ഏപ്രിൽ 23 മുതൽ സെന്റ് ജോർജിന്റെ തിരുനാളിന്റെ ഭാഗമായി 9 ദിവസത്തെ ഉത്സവവും ഇവിടെ ആഘോഷിക്കാറുണ്ട്. സെന്റ് ജോർജ് LP സ്കൂൾ ഇടപ്പള്ളി ഈ ദൈവാലയത്തിന്റെ തിരുമുറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1995 സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ എന്ന പേരിൽ ആരംഭിച്ചുവെങ്കിലും 2015 ഈ സ്കൂളിന് സർക്കാർ അംഗീകാരം ലഭിച്ചത്. 15 അധ്യാപകരും 2 അനധ്യാപകരും 375 വിദ്യാർത്ഥികളുമായി വളരെ മികച്ച രീതിയിൽ ഇത് പ്രവർത്തിച്ചു വരുന്നു. ഇടപ്പള്ളിയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ലുലുമാൾ. യൂസഫലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ആദ്യ ഷോപ്പിംഗ് മാളാണിത്. 25 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിൽ 1600 കോടിയായിരുന്നു മാളിന്റെ മുതൽമുടക്ക്. ലുലുവിന്റെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് 2 നിലകളിലായി മാളിൽ പ്രവർത്തിക്കുന്നു. മൊത്തം 2250 പേർക്ക് ഉപയോഗിക്കാവുന്ന PVR സിനിമാസിന്റെ 9 സ്ക്രീനുകൾ ഉണ്ട്. 5000 ചതുരശ്രയടിയിൽ ഐസ് സ്കേറ്റിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 9 റെസ്റ്റോറൻറ്റുകളും 27 മൾട്ടികുഷൻ കൗണ്ടറുകളും മാളിലുണ്ട്. കൂടാതെ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സോണുകൾ, ഗെയിമിംഗ് അരീന, ബ്യൂട്ടി പാർലറുകൾ, ബൗളിംഗ് ആലി എന്നിവയുൾപ്പെടെ 280ഓളം ഔട്ട്ലെറ്റുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ തന്നെ വൈകുന്നേരങ്ങളിലും ഒഴിവുദിവസങ്ങളിലും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. കൊച്ചി മെട്രോയുടെ ഒരു പ്രധാന സ്റ്റേഷനും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇടപ്പള്ളി പള്ളി, ലുലു മാൾ തുടങ്ങിയ പ്രധാന ലാൻഡ്മാർക്കുകൾക്ക് സമീപമുള്ളതിനാൽ കൊച്ചി മെട്രോയുടെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ലുലു മാളിൻ്റെ 2ാം നിലയെ സ്റ്റേഷന്റെ പ്രവേശന കെട്ടിടവുമായി ബന്ധിപ്പിക്കുന്ന സ്കൈവാക്ക് പാലം ഉള്ളതുകൊണ്ടുതന്നെ മാളിലേക്ക് പോകുന്ന ആളുകൾക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് റോഡിലേക്കിറങ്ങാതെ നേരിട്ട് പ്രവേശിക്കാം. ലുലുവിന് പുറമെ നിരവധി അന്തർദേശീയ ബ്രാൻഡുകൾ അവരുടെ റീജിയണൽ ആസ്ഥാനങ്ങൾ ഇവിടെ തുറക്കുന്നു. ലോക്കൽ ബ്രാൻഡുകളും ഹൈവോളിയം ഇൻ്റർനെറ്റ് ബിസിനസ്സുകളും ഇടപ്പള്ളിയെ ഏവർക്കും പ്രിയപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഹബ്ബാക്കി മാറ്റുന്നു. ടോൾ ജംഗ്ഷൻ സമീപമുള്ള ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ മുതൽ അന്താരാഷ്ട്ര കമ്പനികളുടെ ഷോറൂമുകൾ വരെയുള്ള വ്യാപാര രംഗം ഇവിടെ വികസിച്ചു. മേധാവിത്വത്തിലുള്ള ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും കുടുംബങ്ങൾ ഇവിടെ എത്താൻ പ്രേരിപ്പിക്കുന്നു. ഇത് വ്യാപാരത്തിനും സേവന മേഖലയ്ക്കും മികച്ച അടിസ്ഥാനമാണ്. കുടുംബകച്ചവടങ്ങൾ, റോഡ് സൈഡ് ഷോപ്പുകൾ, അവശ്യവസ്തുക്കളുടെ സ്റ്റാളുകൾ തുടങ്ങി ചെറുകിട വ്യാപാരത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ജീവിതശൈലിയുടെ ഭാഗമാണ്. ടൂറിസ്റ്റുകൾ ഇടപ്പള്ളി പള്ളിയിൽ എത്തുന്നത് പരമ്പരാഗത യാത്രകൾക്ക് മാത്രമല്ല, മറിച്ച് കൾച്ചറൽ എക്സ്പീരിയൻസുകൾക്കായുമാണ്. ഇവിടെ നിന്നും അടുത്തുള്ള സ്ഥലങ്ങൾ കണ്ടു തിരിച്ചു പോകുന്നവർക്കായി ഷോപ്പിംഗ്, ഭക്ഷണം, കലാപ്രദർശനങ്ങൾ എന്നിവ ഈ മേഖലയെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇടപ്പള്ളി ഹൈറൈസുകളുടെയും ഫ്ലാറ്റുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നതും പ്രധാനമാണ്. നഗരത്തിൽ നിന്ന് അത്രയും ദൂരം കടന്നുപോകാതെ നല്ല താമസ സൗകര്യങ്ങൾ ലഭിക്കുന്ന പ്രദേശം എന്ന നിലയിൽ ആളുകൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്നു. കൂടുതൽ ആളുകളുടെ സാന്നിധ്യം പ്രദേശത്തെ ചെറുകിട വ്യാപാരങ്ങൾക്കും കച്ചവടങ്ങൾക്കും ചൂടുപിടിപ്പിക്കുന്നു. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായ ഇടപ്പള്ളി ഇന്ന് കൊച്ചിയുടെ തന്നെ വ്യത്യസ്തമായ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണ്. ലോകസമൂഹങ്ങളുടെ കൂടിച്ചേരൽ കൊണ്ടും വ്യത്യസ്ത ഭക്ഷണശൈലികൾക്കും പേരുകേട്ട ഈ പ്രദേശം പ്രാദേശികവും ആഗോളവുമായ പലവിധ രുചികളുമായി ഒരു ഗാസ്ട്രോണോമിക് ഹബ്ബായി വികസിച്ചിരിക്കുന്നു. ഇവിടെയുള്ള ഒട്ടുമിക്ക ആധുനിക റെസ്റ്റോറൻറ്റുകളിലും പ്രാദേശിക ഹോട്ടലുകളിലും കേരള സദ്യയുടെ വിപുലമായ രൂപങ്ങൾ കണ്ടെത്താം. പരമ്പരാഗത തട്ടുകട ഭക്ഷണങ്ങൾ മുതൽ ചൈനീസ്, അറേബ്യൻ തുടങ്ങി പൊറോട്ടയും ബീഫും വരെയുള്ള രുചിയുടെ ലോകം തെരുവോരങ്ങളിൽ വിരിയുന്നു. മാക്ഡൊണാൾഡ്സ്, KFC, സബ്വേ പോലുള്ള ഗ്ലോബൽ ഫുഡ് ചെയിനുകൾ പ്രാദേശിക ഭക്ഷണപ്രേമികൾക്കും വിദേശ ടൂറിസ്റ്റുകൾക്കും ഒരു അടിമുടി ആഗോള രുചി പരിചയപ്പെടുത്തുന്നു. ബിരിയാണി, ഷവർമ, മന്തി എന്നിവയുടെ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ വിനോദകേന്ദ്രങ്ങൾ ആയി മാറുന്നു. ഇടപ്പള്ളിയിൽ ബാങ്കിംഗ് മേഖലയും വലിയ വികസനമാണ് കൈവരിച്ചിരിക്കുന്നത്. ദേശീയ അന്തർദേശീയ ബാങ്കുകളുടെ ശാഖകൾ ഇവിടെ സജീവമാണ്. മെട്രോ റെയിൽ കണക്ഷൻ,
ലുലു മാൾ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങൾ ബാങ്കിംഗ് സേവനങ്ങൾക്ക് ആവശ്യം വർദ്ധിപ്പിച്ചു. പരമ്പരാഗത സംവിധാനങ്ങൾക്ക് പുറമെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളും പുതിയ തലത്തിലേക്ക് ഉയർന്നു. ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സേവനങ്ങളും ബാങ്കുകൾ നൽകുന്നു. ചെറുകിട ബിസിനസ്സുകൾക്കും വലിയ ഇടപാടുകൾക്കും ഇത് സഹായകരമാണ്. ഈ ആധുനിക കാലത്തും പോസ്റ്റൽ സർവീസ് നിലനിൽക്കുന്നത് ഒരു അത്ഭുതമായി നമുക്ക് തോന്നാം. ഇടപ്പള്ളി പോലെയുള്ള നഗരങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം ഇന്നും പ്രസക്തമാണ്. പുരാതന ഇന്ത്യയുടെ പൈതൃകവും ആധുനികതയുടെ സൗകര്യവും ഇടപ്പള്ളിയിൽ ഏകീകരിച്ചിരിക്കുന്നു. തടസ്സങ്ങളും സമ്പത്തുകളും മുന്നോട്ടുള്ള ദൃശ്യമാർഗങ്ങളുമായി ഇവിടം എക്കാലത്തും ഒരു പ്രേരണാദായമായതിൽ സംശയമില്ല. അതിൻ്റെ പൈതൃകവും ചരിത്രവും തികച്ചും വിജ്ഞാനപ്രദവും പഠനയോഗ്യവുമാണ്. ഇടപ്പള്ളിയുടെ മഹത്തായ പാരമ്പര്യം നേരിട്ടറിയാൻ ഏത് സന്ദർശകനും ആഗ്രഹിക്കാത്തതായിരിക്കില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.